ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന കീഴാറ്റൂർ ബൈപ്പാസിനു വേണ്ടി മണ്ണിട്ട് മൂടിയ തോട് പുനഃസ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിശോധിക്കാൻ അസിസ്റ്റന്റ് കളക്ടർ, RDO, തഹസിൽദാർ എന്നിവരുൾപ്പെട്ട സംഘം കീഴാറ്റൂരിലെത്തി. ജനങ്ങളുടെ പരാതിയിൽ അടിസ്ഥാനമുണ്ടെന്ന് വിലയിരുത്തിയ സംഘം ബദൽ സംവിധാനം ഒരുക്കുന്നതിന് ശുപാർശ ചെയ്യും. തളിപ്പറമ്പ് നഗരത്തിൽ നിന്നും ഒഴുകി കുറ്റിക്കോലിലെത്തുന്നതോട് പൂർണ്ണമായും ഇല്ലാതാകുന്ന നിലയിലാണ് കീഴാറ്റൂർ ബൈപ്പാസിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പലതും നടന്നിട്ടുള്ളത്. നിലവിൽ പല ഭാഗത്തും മണ്ണിട്ട് മൂടി ഒഴുക്ക് നിലച്ചതോടെ വെള്ളം കെട്ടിനിന്ന കിണറുകൾ മലിനമായിരിക്കുകയാണ്. ഇതോടെ പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടരുമെന്നും മഴക്കാലം എത്തുന്നതോടെ സാധാരണ നിലയിൽ തന്നെ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലത്ത് ഒഴുക്ക് തടസ്സപ്പെട്ട് നാട് തന്നെ വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നുമാണ് നാട്ടുകാരുടെ ആശങ്ക. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ MLA സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ നാട്ടുകാർ പരാതി അറിയിച്ചതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് കളക്ടറും തളിപ്പറമ്പ് RDO, തഹസിൽദാർ എന്നിവർ ഉൾപ്പെട്ട സംഘം സ്ഥലം സന്ദർശിച്ചത്. പരിശോധനയിൽ ജനങ്ങളുടെ പരാതിയിലും ആശങ്കയിലും അടിസ്ഥാനമുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി RDO പറഞ്ഞു. വിഷയത്തിൽ റവന്യൂ വകുപ്പിന് മാത്രമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കാനാകില്ല. ദേശീയപാത അതോറിറ്റിയെ വിഷയത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും പരിഹാരത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുമെന്ന് RDO TV രഞ്ജിത്ത് പറഞ്ഞു. തീർച്ചയായും ഇത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ ഈ കാരണം ഈ വെള്ളം കെട്ടി എന്നുള്ള ഇനി മഴക്കാലത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ശുപാർശ ഉടനെ തന്നെ ജില്ലാ കളക്ടർക്കും NHAI അതോറിറ്റീസിനും നൽകുന്നതാണ്. കീഴാറ്റൂരിൽ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം നിരവധി തവണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. കഴിഞ്ഞ ദിവസം MLA ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ചത്. തോട് പൂർണ്ണമായും റോഡായി മാറിയിരിക്കുകയാണ്. ബദൽ സംവിധാനമൊരുക്കാൻ വീണ്ടും സ്ഥലം ഏറ്റെടുക്കണം. തോട് പുനഃസ്ഥാപിക്കാൻ ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുപ്രവർത്തകൻ T ബാലകൃഷ്ണൻ പറഞ്ഞു. നിലവിലുള്ള തോട് പൂർണ്ണമായിട്ടും ദേശീയപാതയുടെ ഭാഗമായി റോഡായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് തോട് പുനഃക്രമീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റി അതിനകത്ത് അടിയന്തര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല എങ്കിൽ നാട്ടുകാരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ജനങ്ങൾ നാടിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തോടൊപ്പം നിന്നുകൊണ്ട് ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തേണ്ടതായി വരും എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാറ്. അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സാഹിബ് സായി, തളിപ്പറമ്പ് RDO രഞ്ജിത്ത്, തഹസിൽദാർ P സജീവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.